friends, hi, welcome to my YouTube channel. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പോപ്പപ്പിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എങ്ങനെയാണ് യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് പോപ്പപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൈൻമാസ്റ്റർ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ ഫുൾ വേർഷൻ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ക്രാക്ഡ് വേർഷൻസ് ഒക്കെ നിങ്ങളുടെ ഉണ്ടാകാം. അതുപയോഗിച്ച് എങ്ങനെ മനോഹരമായൊരു പോപ്പപ്പ് നിർമ്മിക്കാം. ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. ഞാൻ പറഞ്ഞതുപോലെ കൈൻമാസ്റ്റർ എന്നുള്ള ആപ്പ് നമുക്ക് അത് പല വിധത്തിൽ നമുക്ക് ലഭിക്കാൻ നിങ്ങൾക്കത് മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം 16:9 എന്നുള്ള സൈസിൽ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ പോപ്പപ്പുകൾ നമുക്ക് ഫ്രീ ആയിട്ട് പലയിടത്തും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പല സൈറ്റുകളിൽ നിന്ന് എടുക്കാം. അതിനുശേഷം അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്പീഡ് 1x കിടക്കുന്നത്, ചിലപ്പോൾ അത് കൂടിയായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം സ്പീഡ് അതിനാവശ്യമുണ്ടോ അതിനനുസരിച്ച് അതിനുള്ള സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലെയറിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെയറിനകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര വേണമോ അതിനനുസരിച്ച്, ഇപ്പം ഞാൻ 0.7 0.8 സ്പീഡിൽ ഇടുകയാണ്. അത്രയും സ്പീഡ് ആണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എത്ര എളുപ്പം അത് പോകണോ അതിനനുസരിച്ചുള്ള ഒരു സ്പീഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, താല്പര്യമാണ്. ഈ തരത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 0.8x ഒരു സ്പീഡ് പോകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം എന്താണ് നിങ്ങളുടെ ലോഗോ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ലോഗോ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ലെയറിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് ആയിരിക്കും അത് നിങ്ങളുടെ ലോഗോ ആയിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത്, എത്രമാത്രമാണ് വേണ്ടത് അതിനനുസരിച്ച് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ക്രോപ്പ് ചെയ്ത ശേഷം അത് മാസ്ക് ചെയ്യുകയോ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്യുക. ഏത് ഭാഗമാണ് വരേണ്ടത് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്യാനുള്ള ട്രൈ ചെയ്യുവാണ്. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ ഇമേജുമായിട്ട് അടുത്ത് വരുന്ന രീതിയിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് നോക്കുക. പക്ഷേ അതിനകത്ത് ഫോണ്ടും മറ്റു കാര്യങ്ങളൊന്നും പോകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം ഏത് ടൈപ്പ് അനിമേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ നിങ്ങൾക്ക് പല അനിമേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെയും താല്പര്യം ഇഷ്ടപ്രകാരം അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു അനിമേഷൻ സെലക്ട് ചെയ്യുന്നതാകാം ഏറ്റവും നല്ലത്. ഞാനാണെങ്കിൽ പോപ്പപ്പ് എന്നുള്ള അത് മുകളിലോട്ട് വരുന്ന ഒരു തരത്തിലുള്ള പോപ്പപ്പ് ആയതുകൊണ്ട് ആ പോപ്പപ്പ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് അതിൻ്റെ സൈസ് അതിനകത്ത് പിടിച്ച് വെച്ച് നോക്കണം. ഇങ്ങനെ ഈ തരത്തിൽ പിടിച്ച് വെച്ച് കറക്റ്റായിട്ട് സൈസ് അതിനകത്ത് വരത്തക്ക രീതിയിൽ എവിടെയാണോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് വെച്ച് നോക്കുക. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോയി വെച്ച് അത് കറക്റ്റായിട്ടാണോ വീഴുന്നതിൻ്റെ സ്പീഡ് കറക്റ്റാണോ ടൈമിങ് കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ മുഴുവനായിട്ടുള്ളത് വെച്ചു. അതിനുശേഷം അതിൻ്റെ ടൈമിങ് കറക്റ്റ് ആണോ എന്ന് നോക്കി. കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിട്ട് വേണമെങ്കിൽ സ്പീഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് ആനിമേഷൻ പോയിട്ട് അടിയിൽ സ്പീഡ് ഞാൻ കുറച്ച് 0.5 ആക്കി. അന്നേരം സ്പീഡ് കുറച്ചുകൂടെ കുറയും. അതിനനുസരിച്ച് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. ഇനി ഔട്ട് അനിമേഷനും കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് യോജിച്ച, നിങ്ങളുടെ മനസ്സിന് യോജിച്ച തരത്തിലുള്ള ഔട്ട് അനിമേഷനും സെലക്ട് ചെയ്യുക. ലെയറിൽ പോയിട്ട് അനിമേഷൻ എന്നുള്ളത് ഔട്ടർ അനിമേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ടർ അനിമേഷനും പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് തരത്തിൽ വരണമെന്നുള്ളത്. അതിനനുസരിച്ചുള്ള നിങ്ങൾ ഓരോന്നും മാറ്റി സെലക്ട് ചെയ്ത് നോക്കി അതൊന്ന് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ഔട്ട് അനിമേഷൻ്റെ സ്പീഡ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. സ്പീഡ് 0.5 ആക്കി. ഇപ്പം പോകുന്നതും ഒക്കെ നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുമ്പം
അത് കറക്റ്റായിട്ടാണ് ടൈമിങ് വീഴുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇച്ചിരൂടെ ഒന്ന് കുറച്ച് നോക്കുവാണ്. ഇച്ചിരൂടെ കുറയ്ക്കുമ്പം കറക്റ്റായിട്ട് വീഴുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കുറച്ചത്. അതുകൊണ്ട് ആ തരത്തിൽ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്ത് കറക്റ്റ് ടൈമിങ് കറക്റ്റാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ആ ഗ്രീൻ സ്ക്രീനിൻ്റെ അവിടുന്ന് ആ ലെയർ ഒരു കുറച്ച് ബാക്കിലോട്ടൊന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടൊന്ന് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എനിക്കും അത് കറക്റ്റ് അത് വന്നു കഴിഞ്ഞ ശേഷം ഒന്ന് വീഴുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതിന് ശേഷം ചെയ്യേണ്ടത് ചാനൽ നെയിം എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ചാനലിൻ്റെ നെയിം സേവ് കിഡ്സ് അനു സാമുവൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സേവ് കിഡ്സ് അനു സാമുവൽ എന്ന എൻ്റെ നെയിം ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ കൊടുത്തിട്ട് എവിടാണോ വെക്കേണ്ടത്, ഏത് സൈസാണോ വെക്കേണ്ടത് അതിന് സൈസൊക്കെ കുറച്ച് നമുക്ക് അതെടുത്ത് വെക്കാം. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇച്ചിരി ബോൾഡറുള്ള ഫോണ്ടാണോ ലൈറ്ററുള്ള ഫോണ്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാം. പല ഫോണ്ടുകൾ മാറ്റി മാറ്റി വെച്ച് നോക്കുമ്പോൾ അതിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫോണ്ട് ഏതാണെന്ന് മനസ്സിലാകും. അതിനുശേഷം ഇഷ്ടമുള്ള കളർ ഒരു ഹാർഡ് കളർ വരുന്നതാണ് നല്ലത്. കാരണം അതൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അതോട്ട് ഇച്ചിരി കട്ടിയുള്ളൊരു കളർ വരുന്നതായിരിക്കാം നല്ലത്. ഇത് അല്പം ലൈറ്റ് കളറായിട്ട് എനിക്ക് തോന്നുന്നത്, പക്ഷേ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിനകത്ത് 3 തരത്തിൽ കളർ ഡിസൈൻ ചെയ്യുന്ന ഓപ്ഷൻസ് ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനൊരു ഗ്രീൻ കളർ, ഒരു ഹാർഡ് ഗ്രീൻ കളറൊന്ന് കൊടുത്ത് നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ സൈസ് ഇച്ചിരി കുറയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സൈസ് ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ആ ഹാർഡ് ഗ്രീൻസ് കളർ എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന തരത്തിലുള്ള സാധനം ചെയ്യുക. അതിനുശേഷം ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും മറ്റേത് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അതിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്ത് ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും ക്ലിയർ ആക്കാൻ കറക്റ്റ് ആക്കാൻ നോക്കണം. കറക്റ്റ് വീഴുന്നുണ്ടോ, കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ പറ്റും. എനിക്കിതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണ്ടിൻ്റെ സൈസ് അല്പം ഒന്ന് കുറയ്ക്കുകയാണ്. കുറച്ചിട്ട് ഏത് സ്ഥലത്താണോ കറക്റ്റായിട്ട് വെക്കേണ്ടത് അത് വെക്കുന്നു. ഇത് ഔട്ട് അനിമേഷനാണ്. ഔട്ട് അനിമേഷൻ ഞാൻ ചെക്ക് ചെയ്തപ്പം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് താഴോട്ട് പോകുന്ന ഒരു ഇതായതുകൊണ്ട് സ്ക്രോൾ ഡൗൺ എന്നുള്ളൊരു ഡൗണിലോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യുന്നതാകാം നല്ലത്. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. എന്നിട്ട് കറക്റ്റ് സ്ഥലത്ത് പിടിച്ചു വെച്ചു. ഏത് നടുക്ക് തന്നെയാണോ വരുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് പിടിച്ചു വെച്ചു. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് തോന്നി, കംഫർട്ട് ലെവലിൽ എനിക്ക് തോന്നി. അപ്പോൾ ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും ആ ലോഗോയുടെയും നെയിമിൻ്റെയും എല്ലാം നല്ലതായിട്ട് കറക്റ്റായിട്ട് ഒരുപോലെ തന്നെ വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇത് വീഴുന്നുണ്ട്. തീർച്ചയായിട്ടും കംഫർട്ട് ലെവലിൽ ഇത് വീഴുന്നുണ്ട്. ഇന്നറും ഔട്ടറും എല്ലാത്തിൻ്റെയും അതിൻ്റെ ടൈമിങ് കറക്റ്റാണോ നിങ്ങൾ നോക്കി ശരിയാക്കുക. ഇതോടുകൂടി നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് എക്സ്പോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി വേണമെന്നുള്ളത് നിങ്ങൾ നോക്കി അത് എക്സ്പോർട്ട് ചെയ്യണം. 720 ഒക്കെ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എക്സ്പോർട്ട് ചെയ്തെടുത്തു. എക്സ്പോർട്ട് ചെയ്തവിടെ ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വീഡിയോ ഫയലിനകത്ത് എങ്ങനെയാണ് ഈ സാധനം കൊണ്ടുവരും. ഇപ്പോൾ ഗ്രീൻ സ്ക്രീനിൽ കിടക്കുകയാണ്. ഗ്രീൻ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ആ വീഡിയോ പോപ്പപ്പിനെ എങ്ങനെ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കൊണ്ടുവരാം, അതിനെ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിതാ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ലെയറിനകത്ത് പോയി മീഡിയ എന്നുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് ഈ ഫയലിനെ നമുക്ക് ഈ വീഡിയോ ഫയലിനകത്തോട്ട് കൊണ്ടുവരാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്രോമാ കീ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനെ എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യുമ്പം നമുക്കത് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ പോപ്പപ്പ് കറക്റ്റായിട്ട് വന്ന് വീഴുന്നു. ഇനിയിപ്പോൾ ഏത് സ്ഥലത്താണ് ആ പോപ്പപ്പ് വരേണ്ടത്, ഏത് സൈസിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് പിടിച്ച് വെച്ച് സൈസൊക്കെ കറക്റ്റാക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അത് കൊണ്ടുവച്ച് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് കംഫർട്ട് സോണിൽ നമുക്ക് ഏറ്റവും കണ്ണിന് ഞെമ്പാരമാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, എന്നാൽ ഏത് സമയത്താണ് വരേണ്ടത് അതൊക്കെ നോക്കി നമുക്ക് കറക്റ്റായിട്ട് കൊണ്ട് അത് വെച്ച് തയ്യാറാക്കാവുന്നതാണ്. നല്ല നല്ല പോപ്പുകൾ ഇതോടെ നിർമ്മിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.